ഒരുപാട് പേർ പറയുന്നത് കേട്ടിട്ടുണ്ടാവും, ലവ് ഉണ്ടെങ്കിൽ മതി. പക്ഷേ സത്യത്തിൽ ലവ് മാത്രമുള്ള റിലേഷൻഷിപ്പ് ഒരുപാട് കാലം നിലനിൽക്കില്ല. ലവ് നിലനിൽക്കുന്നത് റെസ്പെക്റ്റ് ഉള്ളിടത്താണ്. ലവ് എന്നത് ഒരു ഫീലിംഗ് ആണ്, പക്ഷേ റെസ്പെക്റ്റ് എന്നത് ഒരു ചോയ്സാണ്. ഫീലിംഗ് മാറാം, പക്ഷേ റെസ്പെക്റ്റ് ഉണ്ടെങ്കിൽ അവിടെ കെയർ ഉണ്ടാകും, അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകും, സ്നേഹം നിലനിൽക്കും. റെസ്പെക്റ്റ് ഇല്ലെങ്കിൽ ലവ് ഉണ്ടായാലും അത് വളരെ വളരെ ഹെർട്ടായി മാറും. റെസ്പെക്റ്റ് ഇല്ലാത്ത റിലേഷൻഷിപ്പിൽ അവളുടെ ഫീലിങ്ങിനെ ജോക്കാക്കും, അവൻ്റെ സൈലൻസിനെ ഈഗോ എന്ന് കരുതും, സ്മോൾ മിസ്റ്റേക്സിനെ വലിയ ഫൈറ്റാക്കും, സോറി പറയാൻ അഭിമാനം സമ്മതിക്കില്ല, ലിസണിങ് ഇല്ല, ഷൗട്ടിങ് മാത്രം. ഇതൊക്കെ സ്ലോലി റിലേഷൻഷിപ്പിനെ വിഷമാക്കും. റിലേഷൻഷിപ്പിൽ ഏറ്റവും വലിയ ഗിഫ്റ്റ് ഇമോഷണൽ സപ്പോർട്ടാണ്. പണമല്ല, ഗിഫ്റ്റല്ല, റൊമാൻസ് അല്ല. അവൾ കരയുമ്പോൾ ചുമ്മാ ഓവറാക്കല്ലേ എന്ന് പറയാതെ, അവൻ സ്ട്രെസ്സിലിരിക്കുമ്പോൾ നീ എപ്പോഴും ഇങ്ങനെയാണോ എന്ന് കുറ്റം പറയാതെ, ജസ്റ്റ് ഒരാളുടെ സൈഡിൽ നിൽക്കുന്നതാണ് ഇമോഷണൽ സപ്പോർട്ട്. ഒരു സ്ത്രീ ഒരു പുരുഷനിൽ നിന്നും ആഗ്രഹിക്കുന്നത് റെസ്പെക്റ്റ്, സെക്യൂരിറ്റി, ടൈം, ലിസണിങ്, സ്മോൾ എഫേർട്സ്. അവൾക്ക് പ്രിൻസ് വേണ്ട, പെർഫെക്റ്റ് മാൻ വേണ്ട. അവൾക്ക് വേണ്ടത് അവളുടെ ഹെർട്ട് സേഫായിരിക്കാൻ ഒരാൾ. അതുപോലെ ഒരു പുരുഷൻ ഒരു സ്ത്രീയിൽ നിന്നും ആഗ്രഹിക്കുന്നത് പീസ്, സപ്പോർട്ട്, ട്രസ്റ്റ്, റെസ്പെക്റ്റ്. അവൻ സ്ട്രോങ് ആണെന്ന് തോന്നും, പക്ഷേ ഉള്ളിൽ അവനും ഇമോഷണൽ സപ്പോർട്ട് വേണം. റിലേഷൻഷിപ്പ് സർവൈവ് ചെയ്യാൻ ഒരു റൂൾ മാത്രം, ലവ് അല്ല, റെസ്പെക്റ്റാണ് ഫൗണ്ടേഷൻ. റെസ്പെക്റ്റ് ഉള്ളിടത്ത് ഫൈറ്റ്സ് കുറയും, ട്രസ്റ്റ് കൂടും, ബോണ്ടിങ് സ്ട്രോങ് ആവും, ലവ് ഡീപ്പർ ആവും. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ റെസ്പെക്റ്റ് ഉണ്ടെങ്കിൽ ലവ് നാച്ചുറലി ഗ്രോ ചെയ്യും. പക്ഷേ റെസ്പെക്റ്റ് ഇല്ല എങ്കിൽ ലവ് ഉണ്ടെങ്കിലും മനസ്സിന് സമാധാനം ഉണ്ടാവില്ല. നിങ്ങൾ ഡിസർവ് ചെയ്യുന്നത് പീസാണ്, നോട്ട് പെയിൻ. ലവ് എന്ന് പറയുന്നത് ഈസിയാണ്, പക്ഷേ റെസ്പെക്റ്റ് കാണിക്കുന്നത് റിയൽ ലവ് ആണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ റെസ്പെക്റ്റ് ഉണ്ടോ? കമൻറ്റ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. റിലേഷൻഷിപ്പ് വീഡിയോ ഇനിയും വേണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് നമ്മുടെ സ്വന്തം ചാനൽ വുമൺ സീക്രട്ട്.